വെൽക്കം ടു വിങ്സ് ഓഫ് ബുക്സ്. ഞാൻ സ്മിത. നമ്മൾ ഇന്ന് ബുക്ക് റിവ്യൂ ഒന്നും അല്ല കേട്ടോ, കുറച്ച് നേരം സംസാരിച്ചിരിക്കാമെന്ന് കരുതി. എന്നെ അറിയാവുന്ന എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോസ് ഒന്നും ഇടാത്തതെന്ന്. ഫേസ്ബുക്കിൽ ഇൻബോക്സിൽ വന്നിട്ട് ചോദിക്കാറുണ്ട്, വാട്സപ്പിൽ ചോദിക്കാറുണ്ട്, നേരിട്ട് കാണുമ്പോഴും ഒക്കെ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് സ്മിത ഇപ്പോൾ വീഡിയോസ് ഒന്നും ഇല്ലല്ലോ, ചാനലൊക്കെ നിർത്തിയോ എന്നിങ്ങനെ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് ചോദിച്ചത് കൊണ്ട് തന്നെ അതിൻ്റെ റിപ്ലൈ ഞാൻ ഒരു വീഡിയോ ആയിട്ട് തന്നെ ഇടാമെന്ന് കരുതി. നമ്മുടേത് ഒരുപാട് മെമ്പേഴ്സ് എന്നുള്ളൊരു ഫാമിലി അല്ല, കുഞ്ഞ് ഫാമിലിയാണ്. 2600 2700 അത്രയും മെമ്പേഴ്സേ ഉള്ളൂ നമ്മുടെ ചാനലിൽ. അത് അത്രയും പേരും എനിക്കേറെ പ്രിയപ്പെട്ടവരും എനിക്കേറെ നന്നായി എന്നെ അറിയാവുന്നവരും എനിക്കറിയാവുന്നവരും മാത്രമാണ് നമ്മുടെ ചാനലിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ കാണാതിരുന്നപ്പോൾ അവർ തിരക്കിയതിൽ എനിക്കൊരുപാട് സന്തോഷവും തോന്നി കേട്ടോ. പ്രത്യേകിച്ച് വേറെ റീസൺസ് ഒന്നുമില്ല, ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് വീഡിയോസൊന്നും എടുക്കാനും ഇടാനും എന്നുള്ള ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്യാതിരുന്നത്. പേഴ്സണലി ആണെങ്കിലും പ്രൊഫഷണലി ആണെങ്കിലും കുറച്ചേറെ തിരക്കായിരുന്നു. പിന്നെ എന്നെ അറിയാവുന്ന അടുത്തറിയാവുന്നവർക്കൊക്കെ കുറച്ച് പേർക്ക് അറിയാം, PhD ചെയ്യുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ചേറെ തിരക്കിലായിരുന്നു. അപ്പോൾ അതുകൊണ്ടും വായനയൊക്കെ അവിടെ സ്റ്റോപ്പായി പോയി. പിന്നെ എൻ്റെ പേരൻസ് നല്ല ഏജ്ഡ് ആണ് കേട്ടോ. അപ്പോൾ 2 പേർക്കും കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവരെ ടേക്ക് കെയർ ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നതുകൊണ്ടും വീഡിയോസൊക്കെ ഡിലേ ആയിപ്പോയി. പിന്നെ മാത്രമല്ല, എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഹസ്ബൻഡ് എബ്രോഡാണ്. ഇടയ്ക്ക് അങ്ങോട്ട് പോകാറുണ്ട്, ഇങ്ങോട്ട് വരാറുണ്ട്. അപ്പം ഹസ്ബൻഡ് ഒരു ലോങ് ലീവിൽ നാട്ടിലുണ്ടായിരുന്നു. അദ്ദേഹത്തിനും ഒരു ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടൊരു 6 മന്ത്സോളം ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അപ്പം ഈ ടൈമിൽ എൻ്റെ കൂടുതൽ കെയർ ആൻഡ് അറ്റൻഷൻ അദ്ദേഹത്തിന് കൊടുക്കണമെന്ന് തോന്നിയത് കൊണ്ടും എനിക്ക് റീഡിങ്ങും മറ്റ് കാര്യങ്ങളും ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. മോർ ദാൻ എവറിത്തിങ്, ഋഷി 9th സ്റ്റാൻഡേർഡിലാണ്. ഹി ഓൾസോ നീഡ് മൈ അറ്റൻഷൻ. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസൊക്കെ ഡിലേ ആയത് കേട്ടോ, വീഡിയോസൊക്കെ ഇല്ലാതിരുന്നത്. എനിക്കതുകൊണ്ട് വായിക്കാനൊന്നുള്ളൊരു ടൈമേ ഇല്ലായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് ഞാൻ വായിച്ചുകൊണ്ടിരുന്ന ബുക്കെന്ന് പറയുന്നത് അപരസമുദ്രയായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ വീണ്ടും വായിക്കാനായിട്ട് എടുത്തതും അതുതന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തിരക്കിയതിൽ അന്വേഷിച്ചതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. പിന്നെ ഇതൊന്നും കൂടാതെ വേറെയും ചില റീസൺസ് ഉണ്ട്. ഇപ്പോൾ ഒഫീഷ്യൽ ടൈമിലാണെങ്കിലും ഞാൻ വളരെ തിരക്കായിരുന്നു. നമ്മളിപ്പോൾ 4 year UG പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അക്കാഡമിക് കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള ടീച്ചേഴ്സ് എല്ലാവരും വളരെ ബിസി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒഫീഷ്യൽ ടൈമിലും ഞാൻ ഒരുപാട് ബിസി ആയിരുന്നു. അതൊക്കെ കൊണ്ട് എനിക്ക് ഒട്ടും ടൈമേ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വീഡിയോസൊന്നും ഇടാതിരുന്നത്. പിന്നെ ഇപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ റീഡിംഗ് ഒക്കെ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ പേരോളം എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഡെയിലി വ്ളോഗ്സ് ഷോർട്സായിട്ട് ഇങ്ങനെ ചെയ്തിടരുതോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും അതൊക്കെ ആലോചിച്ചായിരുന്നു, ഈ ഡെയിലി വ്ളോഗ്സ് ഇടുന്നതിനെ പറ്റിയൊക്കെ. അപ്പം മേ ബി ഇനി ടൈം കിട്ടുവാണെങ്കിൽ ചെയ്യാമെന്ന് കരുതുന്നു. പിന്നെ ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ട് ഹോം ടൂർ അങ്ങനെ അത് എപ്പോഴും എന്നോട് പണ്ട് തൊട്ടേ ചോദിക്കുന്നൊരു കാര്യമായിരുന്നു, ഹോം ടൂർ ചെയ്യാമോ എന്ന്. പഠിപ്പിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിലും ചോദിക്കുമായിരുന്നു, മിസ് ഒരു ഹോം ടൂറൊക്കെ ഇട് എന്നൊക്കെ. ഇപ്പം നമ്മൾ വീടിപ്പം ഒരു 5-6 വർഷത്തോളമായി നമ്മുടെ വീട് വെച്ചിട്ട്. ഇപ്പോൾ എൻ്റെ വീടിൻ്റെ എല്ലാ കോർണേഴ്സും എല്ലാ ഏരിയാസും എൻ്റെ പല വീഡിയോസിലായിട്ടും എല്ലാവർക്കും പരിചിതമാണ്. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാനൊരു ഹോം ടൂർ കൂടെ എടുത്ത് മടുപ്പിക്കണ്ട എന്ന് വിചാരിച്ചത്. പിന്നെ കുറേ പേരോളം എന്നോട് ചോദിക്കുമായിരുന്നു കുക്കിംഗ് വീഡിയോസൊക്കെ ഇടരുതോ എന്ന്. അപ്പം എന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാം, കുക്കിങ്ങിൽ ഭയങ്കര വീക്കാണ്. അങ്ങനെ കുക്ക് ചെയ്യാനൊന്നും വലുതായിട്ടൊന്നും അറിയത്തില്ല, എല്ലാം അഡ്ജസ്റ്റ്മെൻറ്റാണ്, പെട്ടെന്ന് ചെയ്ത് എടുക്കുന്ന അങ്ങനത്തെ ഒരാളാണ് കേട്ടോ. പിന്നെ ഇപ്പം ഞാൻ കുറേ കുക്കിംഗ് വീഡിയോസൊക്കെ ഇങ്ങനെ നോക്കി പഠിക്കാറുണ്ട്. കുറേ എന്താ പറയുന്നത്, കുട്ടി കുട്ടി ഡിഷസൊക്കെ ഉണ്ടാക്കാൻ, സ്നാക്സ് ആയിട്ടുള്ള ഡിഷസൊക്കെ വെറൈറ്റി ആയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഇപ്പം കുറച്ചുകൂടെ കെയർഫുള്ളായിട്ട് ഞാൻ കുക്ക് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. കാരണം അമ്മയ്ക്ക് വയ്യാതെ ആയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഫുഡ് എത്ര ബോറാണെന്നുള്ളത്, കുക്കിംഗ് എത്ര ബോറാണെന്നുള്ളത്. സത്യം പറയാമല്ലോ. കാരണം അത് അമ്മ ഹെൽത്തി ആയിരുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ വീട്ടിൽ നിന്ന് പോയി ഫുഡ് കഴിക്കുന്നതുകൊണ്ട് എൻ്റെ കുക്കിംഗ് എൻ്റെ ബോറിങ് എത്രമാത്രം ബോറാണെന്നുള്ളത് നമ്മളത്ര ബോധേഡ് അല്ലായിരുന്നു. പക്ഷേ അമ്മയുടെ ഹെൽത്ത് വീക്കായി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഭയങ്കര എന്താ പറയുന്നത് ബോറായിട്ട് കുക്ക് ചെയ്യുന്ന ഒരാളാണെന്ന്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം കുറച്ചുകൂടെ എന്താ പറയുന്നത് കെയർഫുള്ളായിട്ട് കുക്ക് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. വേറെ ഡിഷസൊക്കെ ഉണ്ടാക്കാനും ഒക്കെ ശ്രമിക്കാറുണ്ട്. ചിലരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, പണ്ട് എന്നെ അറിയാവുന്നവരൊക്കെയാണ് ചോദിച്ചിട്ടുണ്ട്, സ്മിത പഴയ സാരികളൊക്കെ ഇവിടെ പോയി, പഴയ കാഞ്ചീപുരം സാരിയും ടസർ സാരിയൊക്കെ എന്തെടുത്തു, ഇടയ്ക്കൊക്കെ ഒരു വീഡിയോ ചെയ്യുക, കാഞ്ചീപുരത്തിൻ്റെയും ടസറിൻ്റെയൊക്കെ ഒരു വീഡിയോ ചെയ്യുന്നൊക്കെ. ശരിക്കും നമ്മുടെ ചാനലിലെ ഒരു ബുക്ക് റിവ്യൂസ് അല്ലേ നമ്മൾ കൂടുതലായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനത്തെ വീഡിയോസൊന്നും
ചെയ്യാതിരുന്നത്. പക്ഷേ അതൊക്കെ നല്ല ഐഡിയാസാണ്. പല ചാനൽസിലും കണ്ടിട്ടൊക്കെയുള്ള ഐഡിയാസാണ്. ചാനൽ ലൈവായിട്ടിരിക്കും. നമ്മൾ കൂടുതലും ഈ ബുക്ക് റിവ്യൂസാണ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരുന്നത്. കാരണം ബിക്കോസ് എൻ്റെ ഈ ചാനലിൽ തന്നെ ബുക്ക് റിവ്യൂസ് മാത്രം ഇഷ്ടപ്പെട്ട് നോക്കുന്ന കുറേ വ്യൂവേഴ്സ് ഉണ്ട് എനിക്ക്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ അതൊക്കെ ഒരു ബോറിംഗ് ആയിട്ട് തോന്നിയേക്കാം. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയുള്ള കോണ്ടൻസൊക്കെ ഞാൻ മാക്സിമം ഒഴിവാക്കിയത്. എനിവേ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ, എന്നെ ഇത്രയും നാൾ കാണാതിരുന്നപ്പോൾ തിരക്കിയതിനും അന്വേഷിച്ചതിനും ഒക്കെ ഒരുപാട് സന്തോഷം. ഒരുപാട് താങ്ക്സ്. ഞാനിപ്പോൾ എൻ്റെ റീഡിംഗ് ഒക്കെ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ അപരസമുദ്ര എന്ന് പറയുന്നൊരു നോവലാണ് വായിക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. അതാണ് പകുതി വഴിക്ക് നിർത്തിയതും അതായിരുന്നു. അപ്പോൾ അതാണ് വായിക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും പുതിയൊരു വീഡിയോയിലൂടെ ഒരു ബുക്ക് റിവ്യൂമായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടുമുട്ടാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം സ്മിത.